തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് പൂട്ടിയത്. ഇന്നലെയാണ് 17-കാരന് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അമൽ തെരമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഈ രോഗബാധ സ്ഥിരീകരിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ നടപടി വരുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങൾ? പ്രധാനപ്പെട്ട നീന്തൽക്കുളമാണ്. മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? അമൽ, പ്രതീക്ഷ, സമീപകാലത്ത് മലബാറിൽ നിന്നുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച വാർത്തകൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും തലസ്ഥാനത്ത് നിന്നും അത്തരം വാർത്ത വരികയാണ്. ഇന്നലെയാണ് 17-കാരന് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അതിനുശേഷം എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, ഈ ശരീരത്തിലേക്ക് വൈറസ് പകർന്നത് എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധനയിലാണ്. സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുകയും ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുൻപാണ് നെയ്യാറ്റിൻകരയിൽ സമാനമായി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അന്നൊരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് രോഗബാധ റിപ്പോർട്ട് ചെയ്തില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 9 ആളുകൾക്ക് ഇത്തരത്തിൽ മസ്തിഷ്ക ജ്വരമുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. അവരുടെ പരിശോധനാ ഫലങ്ങൾക്കായി മറ്റും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നാണിപ്പോൾ ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ആളുകളുടെ കണക്കൊക്കെ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നത്. 17 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 66 പേർക്കാണ് ഈ ഒരു വർഷം മാത്രം മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പുതിയൊരു കേസും കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.